നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അമ്പലപ്പുഴയിൽ നാടിനെ നടുക്കിയ കൊലപാതകം. കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. അമ്പലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രൻ പിടിയിൽ. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. കുറുവ സംഘത്തിലെ ഒന്നാം പ്രതിയായ സന്തോഷ് ശെൽവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മണ്ണഞ്ചേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. അയ്യപ്പ ഭക്തന്മാർക്കായി ശബരിമല സന്നിധാനത്ത് ഇക്കൊല്ലം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ക്രമീകരണങ്ങളും നടപ്പാക്കുന്നു. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി 18ാം പടി കയറുന്നതിനുള്ള സംവിധാനം ഫലപ്രദമാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജു. CPM സംഘടനാ സമ്മേളനങ്ങൾ തുടരുന്നു. ചേർത്തല ഏരിയ സമ്മേളനം നവംബർ 21, 22 തീയതികളിലായി പൂച്ചാക്കലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡിയിൽ ആലപ്പുഴ ജില്ലയ്ക്കായി സ്വർണം നേടിയ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ടീമിന് സ്വീകരണം. തുറന്ന വാഹനത്തിൽ ചേർത്തല നഗരത്തിൽ സഞ്ചരിച്ച ടീമിന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴയിൽ നാടിനെ നടുക്കിയ കൊലപാതകം. കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ അമ്പലപ്പുഴയിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി അമ്പലപ്പുഴ സ്വദേശി ജയചന്ദ്രൻ പിടിയിൽ. അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ജയചന്ദ്രൻ പിടിയിലായി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ 48 വയസ്സുള്ള വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ എന്നയാളെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിർമ്മാണം നടക്കുന്ന വീടിന് പിന്നിൽ മൃതദേഹം കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. നവംബർ 6 മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ലായിരുന്നു. സുഹൃത്തായ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഭാര്യയും മകനും ഇല്ലാതിരുന്ന സമയത്താണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വിളിച്ചു വരുത്തിയത്. വിജയലക്ഷ്മിയുടെ ഫോണിൽ മറ്റൊരാൾ വിളിച്ചിരുന്നു. ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പറയപ്പെടുന്നു. നവംബർ 13 വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. നവംബർ 7 രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെട്ടതെന്നാണ് സൂചന. ഇയാളുടെ വീടിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിന് പിന്നിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. തെങ്ങിൻ തൈയും നട്ടിരുന്നു. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ദൃക്സാക്ഷി മൊഴിയുമാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായകമായത്. പ്രതിയുമായി പോലീസ് അമ്പലപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. കുറുവ സംഘത്തിലെ ഒന്നാം പ്രതിയായ സന്തോഷ് ശെൽവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മണ്ണഞ്ചേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ ജനങ്ങളെ രാത്രികാലങ്ങളിൽ ഭീതിയിലാഴ്ത്തിയ മോഷണ സംഘത്തിലെ പ്രധാനിയും മണ്ണഞ്ചേരി പോലീസ് ചാർജ് ചെയ്ത കേസിലെ ഒന്നാം പ്രതിയുമായ സന്തോഷ് ശെൽവത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കുറ്റകൃത്യത്തിൽ പ്രതികളുടെ കൂട്ടാളികളൊക്കെ ആരെന്നും തൊണ്ടിമുതലുകൾ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തുന്നതിനും പ്രതി മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിയുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നതിന് 5 ദിവസം കസ്റ്റഡിയിൽ ആവശ്യമാണെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നാഗേശ്വരി വാദിച്ചു. പ്രതിയെ കേരളത്തിൽ നാളിതുവരെ ഒരു കേസിലും ശിക്ഷിച്ചിട്ടില്ല എന്നും പഴയ കേസുകളാണ് പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതെന്നും 3 കേസുകളും ഒന്നിച്ച് അന്വേഷണം നടത്തുന്നതിനാലും പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തു വിശദമായി ചോദ്യം ചെയ്തു പരാതിക്കാരെ നേരിൽ കാണിച്ച് തെളിവെടുപ്പ് നടത്തിയതിനാലും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന 5 ദിവസം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി മാത്രമാണെന്നും വാദിച്ചു. വെറൊരു ടാറ്റുവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിയെ തിരിച്ചറിഞ്ഞുവെന്നുള്ള പോലീസിൻ്റെ നിഗമനം യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്നതിനും ജനരോക്ഷം തണുപ്പിക്കുന്നതിനുമാണെന്നും അഡ്വക്കേറ്റ് PB ബൈജു വാദിച്ചു. അയ്യപ്പ ഭക്തന്മാർക്കായി ശബരിമല സന്നിധാനത്ത് ഇക്കുറി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേകമായ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി 18ാം പടി കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിജയകരമായി തുടരുന്നുവെന്ന് റിപ്പോർട്ട്. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജു IPS ഇപ്പോൾ നമ്മോടൊപ്പം ചേരും. തീർച്ചയായിട്ടും സ്വാമി ശരണം. ഇപ്രാവശ്യം എന്നല്ല, നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതൊന്നുകൂടി നമ്മൾ ആളുകളുടെ ഇടയിൽ, സ്വാമിമാരുടെ ഇടയിൽ അവരോട് പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകളും കുട്ടികളും
അതേപോലെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരു പ്രത്യേക ക്യൂ നമ്മൾ നടപ്പന്തലിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ അത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ സ്റ്റിറൈൽ ഏരിയ ഉണ്ട്. സാധാരണ സാഗന്മാർ കടന്നു പോകുന്ന പാതയുടെ തൊട്ട് ചേർന്നുകൊണ്ട് സ്റ്റിറൈലായിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ കൂടി കടന്ന് നേരെ 18-ാം പടി കയറുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ആ 18-ാം പടി കയറിയതിന് ശേഷം തന്നെ അവർക്ക് വലതുഭാഗത്തുകൂടി ഈ മെയിൻ സ്വാമിമാർ കയറുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിക്കറ്റ് ഗേറ്റ് വഴി അവർക്ക് ആദ്യത്തെ റോയിൽ തന്നെ നമ്മളുടെ ശോഭാനത്തോടടുത്ത് ഏറ്റവും അടുത്ത് ചേർന്നുള്ള ആ ഒരു പാത്വേ കൂടി അവർക്ക് ശോഭാനത്തെത്തി ദർശനം നടത്തി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ 18-ാം പടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുഖകരമായി തോന്നുന്ന ഒരു ചടങ്ങ്. ആ 18-ാം പടി കയറുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആലോചിച്ച് ഇപ്രാവശ്യം ഒരു ലാഡർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാഡർ സംവിധാനം എന്ന് പറയുമ്പോൾ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന സ്വാമി പോലീസ് അയ്യപ്പന്മാർക്ക് അവിടെ ആ സ്റ്റാൻഡിൽ ലാഡറിൽ നിന്നുകൊണ്ട് 2 കൈയും ഉപയോഗിച്ച് സ്വാമി അയ്യപ്പന്മാരെ സപ്പോർട്ട് ചെയ്ത് 18-ാം പടി കയറി ഇറങ്ങുന്നതിന് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അബോധപൂർവ്വ തിരക്ക് വരുന്ന സമയത്ത് ഒരു മിനിറ്റിൽ 80 പേര് സ്വാമി അയ്യപ്പന്മാർ, അപ്പോൾ അതിനകത്ത് മാളികപ്പുറങ്ങളുണ്ട്, മണികണ്ഠ സ്വാമികളുണ്ട്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉൾപ്പെടെയുള്ള 80 ആളുകൾ കയറിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വെർച്വൽ ക്യൂ, അതുകൂടാതെ വരുന്ന പുല്ലുമേട് കാനനപ്പാത, മറ്റ് കാനനപ്പാതകൾ വരുന്ന ആളുകൾ എല്ലാവർക്കും ദർശനം സുഗമമായി നടത്തി സമാധാനത്തിൽ തിരിച്ചു പോകാൻ കഴിയും. ഈ പറഞ്ഞ 18-ാം പടിയിൽ നേരത്തെ പോലീസ് അയ്യപ്പന്മാർ ഒരു കയ്യിൽ വടം പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് അയ്യപ്പ ദർശനം നടത്തുന്ന സ്വാമിമാരെ സഹായിച്ചിട്ടുള്ളത് പടി കയറാനുള്ളത്. ഇപ്പോൾ ഈ ലാഡർ സംവിധാനം വന്നപ്പോൾ അവർക്ക് 2 കൈയും കൊണ്ട് സ്വാമി അയ്യപ്പന്മാരെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതൊരു നല്ല ക്രമീകരണമാണ്. വളരെയധികം മുൻകരുതലുകളാണ് ഇപ്രാവശ്യം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ഈ പറഞ്ഞ സ്വാമിമാര് കാത്തുനിന്ന് ദർശനം തേടാൻ നിൽക്കുന്ന സമയം തുച്ഛമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള പോലീസിലെ മികച്ച ഓഫീസറാണ് KE ബൈജു IPS. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള KE ബൈജു IPSനെയാണ് സർക്കാർ ഇത്തവണ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടുള്ളത്. ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്ത് ഇലഞ്ഞിക്കുഴിയിൽ കൃഷ്ണമൂർത്തിയുടെയും രാജമ്മ മൂർത്തിയുടെയും മകനാണ് KE ബൈജു IPS. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ശ്രദ്ധേയമായി. കുട്ടികളുടെ പുത്തൻ ആശയങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി വൈഭവങ്ങളും ശാസ്ത്ര അവബോധവും ആലപ്പുഴയുടെ ആകാശത്ത് നക്ഷത്രങ്ങളായി നിറഞ്ഞു. പുത്തൻ ആശയങ്ങളുടെ ചിറകിലേറിയെത്തിയ കുരുന്നു പ്രതിമകൾ വിസ്മയം വിരിയിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. ആലപ്പുഴയുടെ സംസ്ഥാന മികവിന് കൈയടിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും മടങ്ങി. സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ ശാസ്ത്രത്തിൽ അഭിനിവേശവും അതിന്റെ ഭാഗമായി കഴിവുകളും പ്രദർശിപ്പിക്കുന്ന ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമാണ്. നമ്മുടെ കേരളം ശാസ്ത്ര മേഖലയിൽ വലിയ തരത്തിൽ മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ന് കേരളം ലോകോത്തരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം കേരളത്തിലെ ആവാഹിച്ച് കേരളത്തിലെ സമൂഹത്തിനാകെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ പരിശ്രമത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ കിട്ടുന്ന ഓരോ കുട്ടിയും ശാസ്ത്രബോധത്തോടു കൂടി ശാസ്ത്രം പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഉണ്ടാകണം. ശാസ്ത്രബോധമില്ലാത്ത ഒരു തലമുറ, അല്ലെങ്കിൽ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട പഠനങ്ങളില്ലാത്ത ഒരു തലമുറ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശാസ്ത്രം പഠിച്ചോ ഇല്ലേ എന്നത് മാത്രമല്ല, ഓരോ ശാസ്ത്ര പഠനവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നു എന്നതാണ് വസ്തുത. ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഊന്നി നിന്നാൽ അവർക്ക് ശാസ്ത്രബോധം പാർന്നു കിട്ടണമെന്നില്ല. കുട്ടികൾക്ക് പ്രസംഗങ്ങൾ കൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ ശാസ്ത്രബോധം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും സാമാന്യ ജനങ്ങൾക്കും ഒക്കെ ശാസ്ത്രത്തിന്റെ രീതികൾ പിന്തുടരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സൗകര്യവും അവസരവും ഒരുക്കി കൊടുക്കണം. അങ്ങനെ സൗകര്യവും അവസരവും ഒരുക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്ര ഉത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രോത്സവങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേളയാണ് ആലപ്പുഴയിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രസംഗം കൊണ്ടും പുസ്തക വായന കൊണ്ടും മാത്രം കുട്ടികളിൽ ശാസ്ത്ര അവബോധം ഉണ്ടായിട്ടില്ല. അതിനുള്ള അവസരമാണ്
ശാസ്ത്രമേളകൾ ശാസ്ത്ര അവബോധവും സാങ്കേതിക മികവുമുള്ള തലമുറ വളർത്തുവാൻ ഇത്തരം മേളകൾ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശാസ്ത്രോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ജില്ലയ്ക്ക് ഈ വർഷം മുതൽ നൽകാനായി ആലപ്പുഴയിൽ തയ്യാറാക്കിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. മന്ത്രി സജി ചെറിയാനിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ CA സന്തോഷ് ട്രോഫി ഏറ്റുവാങ്ങി. മന്ത്രി P പ്രസാദ് അധ്യക്ഷനായി. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, കലക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ES ശ്രീലത, V അനിത എന്നിവർ സംസാരിച്ചു. CPM സംഘടനാ സമ്മേളനങ്ങൾ തുടരുന്നു. ചേർത്തല ഏരിയ സമ്മേളനം നവംബർ 21, 22 തീയതികളിലായി പൂച്ചാക്കലിൽ നടക്കും. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച നിരവധിയായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനങ്ങളെല്ലാം അത്യധികം ആവേശപൂർവ്വമാണ്. ബഹുജനങ്ങൾ ഉദ്ഘാടന സെഷനിലും അതുപോലെ തന്നെ സമ്മേളന അനന്തരമുള്ള പരിപാടികളിലും പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. പാർട്ടി മെമ്പർമാർ 3337 പാർട്ടി മെമ്പർമാർ, അസുഖമായിട്ടൊക്കെ കിടക്കുന്നവരൊഴിച്ച് എല്ലാവരും ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. തുടർന്ന് ലോക്കൽ സമ്മേളനവും എല്ലായിടത്തും പ്രകടനത്തോടുകൂടിയാണ് സമാപിച്ചത്. ലോക്കൽ സമ്മേളനങ്ങളിലും അനുബന്ധ പരിപാടികൾ പലതുമുണ്ടായിരുന്നു. ഇതെല്ലാം ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ആവേശകരമായ അനുഭവമുണ്ടായി. ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ഒട്ടേറെ പ്രത്യേക പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതിനകം ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ തുടരുകയാണ്. ചേർത്തല ഏരിയ സമ്മേളനം നവംബർ 20, 21, 22 തീയതികളിലായി നടക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നവംബർ 20 ബുധനാഴ്ച ചേർത്തലയിൽ നിന്ന് പൂച്ചാക്കലേക്ക് വിളംബര റാലി നടക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് വിളംബര റാലി നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേർത്തല മുനിസിപ്പൽ മൈതാനിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര റാലി DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R. രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് S. സുനിമോൾ അധ്യക്ഷത വഹിക്കും. SFI ഏരിയ പ്രസിഡന്റ് AJ ജയകുമാർ സ്വാഗതം പറയും. വിളംബര റാലി പൂച്ചാക്കലിൽ സമാപിക്കും. നവംബർ 21 പാണാവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ K. രാജപ്പൻ നായർ നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും. പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് സ്വാഗതം പറയും. ചേർത്തല ഏരിയയിലെ 239 പാർട്ടി ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന 3323 പാർട്ടി അംഗങ്ങളെ പ്രതികരിച്ച് 133 പ്രതിനിധികളും 19 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. നവംബർ 22 ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. വൈകുന്നേരം 4 മണിക്ക് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും ചുവപ്പുസേന മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. പൂച്ചാക്കൽ ടൗണിൽ പൊതുസമ്മേളനം നടക്കും. സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ T. ശശിധരൻ മുഖ്യപ്രസംഗം നടത്തും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി R. നാസർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ G. വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, അഡ്വക്കേറ്റ് K. പ്രസാദ്, മനു C. പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം NR. ബാബുരാജ്, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. ആരിഫ്, പാർട്ടി ഏരിയ സെക്രട്ടറി B. വിനോദ്, ഏരിയ സെൻറ്റർ അംഗങ്ങളായ PM പ്രമോദ്, PG മുരളീധരൻ, P. ഷാജി മോഹൻ, ദിലീമ ജോജോ MLA എന്നിവർ സംസാരിക്കും. മുൻ MP അഡ്വക്കേറ്റ് M. ആരിഫ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. തുടർന്ന് കേരളത്തിലെ പ്രസിദ്ധ നാടൻ പാട്ടുകാരനായ പാട്ടോലത്തിൻ്റെ നേതൃത്വത്തിൽ നാടൻപാട്ട് കലാപരിപാടിയും ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നുവെന്ന് നേതാക്കൾ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ്, കൺവീനർ B. വിനോദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് M. ആരിഫ്, XMB, NR. ബാബുരാജ്, CITO ചേർത്തല ഏരിയ സെക്രട്ടറി P. ഷാജിമോഹൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം ആഘോഷിച്ചു. ആലിശ്ശേരി വാർഡിലെ ശാന്തി മന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പമാണ് ജന്മദിനാഘോഷം ഒരുക്കിയത്. അതിശക്തമായ ഇന്ത്യയെ വളർത്തിയെടുത്തത് ഇന്ദിരാഗാന്ധിയുടെ ഭരണ നേതൃത്വമായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ MLA പറഞ്ഞു. ഗരീബി ഗഡാവോ
എന്ന മുദ്രാവാക്യം ഉയർത്തി ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന നടപടി സ്വീകരിക്കുകയും പാവങ്ങൾക്ക് എത്തിപ്പറ്റാൻ കഴിയാതിരുന്ന ബാങ്കുകൾ ദേശസാൽക്കരിച്ച് പാവങ്ങൾക്കുള്ള ബാങ്കാക്കി മാറ്റുകയും ചെയ്ത ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധിയുടെ 107ാമത് ജന്മദിനം DCCയുടെ ആഭിമുഖ്യത്തിൽ ആൽശ്ശേരി വാർഡിലെ ശാന്തി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. ശാന്തി മന്ദിര കോമ്പൗണ്ടിൽ നടന്ന ഇന്ദിരാഗാന്ധി ജന്മവാർഷിക ദിനാഘോഷം KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ XMLA ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇന്നും നമ്മുടെ രാജ്യത്തിന് കരുത്തു നൽകി അതിശക്തമായ ഇന്ത്യയായി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ആ ഭീകരവാദികൾക്കും അതുപോലെ തന്നെ വിഘടനവാദികൾക്കും എതിരായുള്ള സന്ധിയില്ലാ സമരത്തിൻ്റെ പൂർണ്ണമായ സമരം അതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചതിൻ്റെ രക്തസാക്ഷിത്വമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബുപ്രസാദ് XMLA അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ്, KPCC നിർവാഹക സമിതി അംഗവും ചരിത്രകാരനുമായിരുന്ന അഡ്വക്കേറ്റ് D. സുഗതൻ XMLA, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ മാത്യു, DCC ജനറൽ സെക്രട്ടറിമാരായ സുനിൽ ജോർജ്, രാജൻ, സഞ്ജീവ് ഭട്ട്, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV മനോജ് കുമാർ, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു, മുൻ നഗരസഭാ അധ്യക്ഷരായ മോളി ജേക്കബ്, തോമസ് ജേക്കബ്, പുത്തനങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വയലാർ ലത്തീഫ, DCC അംഗം A. കബീർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, നഗരസഭാ അംഗങ്ങളായ ഫൈസൽ, സുമം സ്കന്ദൻ, അമ്പിളി അരവിന്ദ്, ഷാജി ജമാൽ, സീനത്ത് നാസർ, J. നാസർ തുടങ്ങിയവർ അനുസ്മരണം നടത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. വെളിയനാട് പഞ്ചായത്തിലെ 17 ഏക്കർ പാടശേഖരത്ത് മടവീഴ്ച. ശക്തമായ വേലിയേറ്റമാണ് മടവീഴ്ചയ്ക്ക് കാരണമായത്. കർഷകർ കണ്ണീരിലായി. വെളിയനാട് കൃഷിഭവന് കീഴിൽ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന 7.5 ഏക്കർ വിസ്തീർണമുള്ള കരിമീൻതടം പാടശേഖരം അതിശക്തമായ വേലിയേറ്റത്തിൽ മടവീണു. വിതച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ പാടശേഖരത്തിലെ വിതയെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. പാടത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിലെ തൂമ്പ് അടച്ചതുകൊണ്ട് സമയബന്ധിതമായി കർഷകർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തടഞ്ഞു നിർത്താൻ സാധിച്ചു. 8 കർഷകരുള്ള പാടശേഖരത്തിൽ 6000 രൂപ വീതം ഒരേക്കറിന് ചിലവായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടർ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ കൂടുതൽ പാടശേഖരങ്ങൾ മടവീഴാൻ സാധ്യത കൂടുതലാണ്. ശക്തമായ വേലിയേറ്റത്തിൽ തടയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മടവീണ് പോയി. ഇടയ്ക്ക് ഒരു റോഡ് ഉള്ളത് കൊണ്ട് കുറേ ഭാഗം ഞങ്ങൾ അവിടെ ഷട്ടർ അടച്ച് കൃഷി സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏക്കർ ഒന്നിന് 6500 രൂപ വീതം ഞങ്ങൾക്ക് ചിലവ് വന്നിട്ടുള്ളതാണ്. ഈ പാടശേഖരത്തിൽ ആകെ 8 കൃഷിക്കാർ മാത്രമാണുള്ളത്. 17 ഏക്കറിൽ കൃഷിഭൂമി 17 ഏക്കറും. അതുകൊണ്ട് അടുത്ത വേലിയേറ്റ സമയത്ത് മുമ്പായിട്ട് ഷട്ടറുകൾ അടയ്ക്കുകയും യഥാസമയം തുറക്കുകയും ചെയ്താൽ നാട്ടിലെ ജലനിരപ്പ് നിലനിർത്താൻ സാധിക്കും. പല പാടശേഖരം ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കിഴക്കൻ വെള്ളം വരവ് മാത്രമല്ല, ഷട്ടർ അടയ്ക്കാത്തത് മൂലമുള്ള വെള്ളം വരവും കൂടെ കൂടിയാവുമ്പോൾ പാടശേഖരങ്ങൾ പലതും മടവീണ്. വെളിനാട് പഞ്ചായത്തിലെ ഇത് 3ാമത്തെ പാടമാണ് മടവീണ് പോകുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ജില്ലാ കളക്ടറായിട്ട് സംസാരിക്കുകയും തണ്ണീർമുക്കം ബണ്ടിന്റെ ഭൂരിഭാഗം ഷട്ടറുകളും ഇറക്ക സമയത്ത് തുറന്നു വയ്ക്കണമെന്നും ഏറ്റവും തുടങ്ങുന്നതിന് മുമ്പ് പൂർണ്ണമായും അടയ്ക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകുകയും അപ്രകാരം ചെയ്യാമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബാലസൗഹൃദ ബ്ലോക്ക് പദ്ധതിക്ക് കൈത്താങ്ങ്. ആലപ്പുഴ സ്വദേശിനിയായ അഡ്വക്കേറ്റ് രാജശ്രീ 21 സെന്റ് സ്ഥലം സൗജന്യമായി കൈമാറി നാടിന് മാതൃകയായി. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് അത്രയും സ്വന്തം കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയാൽ പോലെ നമ്മൾ ഒരുപാട് ശ്രമം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളം മറ്റ് പലയിടങ്ങളെക്കാട്ടിലും മികച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് വാർത്ത വായിച്ചില്ലേ, ഒരു ആശുപത്രിയിൽ നവജാത ശിശുക്കൾ വെന്തു മരിക്കുന്നതിലേക്ക് എത്തി. ഇന്ത്യയിലാണ് അത് നടക്കുന്നതല്ല. ഓക്സിജൻ കിട്ടാതെ മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ വായിച്ചാണ്. അതേ സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ്, UP നിന്ന് തന്നെയാണ് ഈ വാർത്തയും എത്തിയിരിക്കുന്നതല്ല. കവി എഴുതി പാടിയിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഓരോ ശിശുരോധനത്തിലും കേൾക്കുന്ന 1 കോടി ഈശ്വര വിലാപം. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബാലസൗഹൃദ ബ്ലോക്ക് പദ്ധതിക്ക് 21 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയ ആലപ്പുഴ ശക്തിഭവനിൽ അഡ്വക്കേറ്റ് രാജശ്രീ തന്റെ ഉടമസ്ഥതയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 18ാം വാർഡിലെ സ്ഥലമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയത്. ഇവിടെ ശിശുക്കളുടെ സംരക്ഷണത്തിന് ഫോസ്റ്റർ കെയർ സെന്റർ, റിസർച്ച് സെന്റർ, ലൈബ്രറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കും. വസ്തുവിന്റെ രേഖകൾ അഡ്വക്കേറ്റ് രാജശ്രീയിൽ നിന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BG അനിൽകുമാർ, ശിശു സംരക്ഷണ സമിതി അംഗം ഡോക്ടർ സജി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ്, മാരാരിക്കുളം വടക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SCG മിനി ബിജു, വിനോദ്, രഞ്ജിനി ദാസപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത തിലകൻ, സെക്രട്ടറി CV സുനിൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കായംകുളം എരുവ നളന്ദ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച നാടകോത്സവം വാർഷികം എന്നിവ സമാപിച്ചു. കായംകുളം DYSP ബാബുക്കുട്ടൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എരുവ നളന്ദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ 33ാമത് വാർഷികവും 4ാമത് നാടകോത്സവവും സമാപിച്ചു. പ്രസിഡന്റ് G ആദർശ് അധ്യക്ഷനായി. ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. കായംകുളം DYSP ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് G സന്തോഷ് കുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് G സദാശിവൻ, സെക്രട്ടറി പ്രദീപ് അച്ചൂസ്, ട്രഷറർ ശശികുമാരൻ പിള്ള, വൈസ് പ്രസിഡന്റ് രൂപേഷ് ബിജു KG, ജോയിന്റ് സെക്രട്ടറി വിഷ്ണുബാബു, പത്യൂർ വിശ്വൻ, രവിശങ്കർ, സൂര്യ സുരേഷ്, S അജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചിറയിൻ കീഴ് അനുഗ്രഹം അവതരിപ്പിച്ച ചിത്ര നാടകം അരങ്ങേറി. പ്രധാന സമിതികളുടെ 6 നാടകങ്ങൾ, വിവിധ വിഷയങ്ങളിലെ സെമിനാറുകൾ, ആദരവുകൾ, കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എന്നിവയും നാടകോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആലപ്പുഴ ജില്ലയ്ക്കായി സ്വർണം നേടിയ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സ്വീകരണം. തുറന്ന ജീപ്പിൽ ചേർത്തല നഗരം ചുറ്റിയായിരുന്നു സ്വീകരണം ഒരുക്കിയത്. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കുട്ടികൾക്ക് സ്വീകരണം നൽകി ആദരിച്ചു. സീനിയർ പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ആലപ്പുഴ ജില്ല സ്വർണം നേടിയത്. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ പെൺകുട്ടികളാണ് കബഡിയിൽ സ്വർണ്ണ നേട്ടത്തിനായി അണിനിരന്നത്. ചരിത്ര വിജയം നേടിയ സംഘത്തിന് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തിലാണ് തുറന്ന ജീപ്പിൽ സ്വീകരണ പരിപാടി ഒരുക്കിയത്. സ്കൂളിൽ നിന്നും തുറന്ന ജീപ്പിൽ പര്യടനം ആരംഭിച്ചു. ചേർത്തല ടൗൺ LP സ്കൂൾ, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, താലൂക്ക് ഓഫീസ്, ചേർത്തല പോലീസ് സ്റ്റേഷൻ, ചേർത്തല എക്സൈസ് ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. തുടർന്ന് ചേർത്തല മുട്ടമ്പള്ളിക്ക് സമീപത്തുള്ള VJ ജോസഫ് ജുവലറിയിലും വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. താരങ്ങൾക്ക് സമ്മാനങ്ങളും കൈമാറി. തുടർന്ന് സ്കൂളിൽ മടങ്ങിയെത്തിയപ്പോൾ സ്കൂളിൻ്റെ വകയായുള്ള സ്വീകരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. താരങ്ങളെ ആദരിച്ചു. അടുത്തായിട്ട് ഗൗരി പാർവതി വാങ്ങുന്നു. അടുത്തായി അനശ്വര. PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NK ഹരികുമാർ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഏലിക്കുട്ടി ജോൺ, ശോഭ ജോഷി, G രഞ്ജിത്ത്, AS സാബു, കൗൺസിലർ A അജി, SMC ചെയർമാൻ M മുരുകൻ, പ്രഥമാധ്യാപിക S ബിന്ദു, സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ചരി, PTA വൈസ് പ്രസിഡന്റ് ജിൽസി, സ്റ്റാഫ് സെക്രട്ടറി M സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയ്ക്കടുത്ത പുത്തരമ്പലം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായി. പാണാവള്ളി സ്വദേശി ജ്യോതി കൃഷ്ണൻ ഉൾപ്പെടെ 2 പ്രായപൂർത്തിയാകാത്ത സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. മുഹമ്മ പോലീസാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മോഷണത്തിൽ പ്രതികളായ 2 പേരെയും മുഹമ്മ പോലീസ് പിടികൂടി. ഒരാൾ പ്രായപൂർത്തിയാവാത്തയാളാണ്. പാണാവള്ളി സ്വദേശിയായ 19 വയസ്സുള്ള ജ്യോതി കൃഷ്ണനാണ് മറ്റൊരു പ്രതി. SI സജിമോന്റെ നേതൃത്വത്തിൽ പ്രതികളെ ക്ഷേത്രത്തിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. പ്രതികളെ SI മനോജ് കൃഷ്ണൻ, SCPO സേവിയർ, CPO ജിതിൻ, അരുൺ, പ്രവീഷ്, ഗിരീഷ്, ഹോംഗാർഡ് പുഷ്പരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ മുട്ടത്തിപ്പറമ്പ് ഭാഗത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഉദ്ദേശം 150 വർഷം പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. തുറസായ സ്ഥലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ
കാണിപ്പാത്രങ്ങളും മറ്റുമൊക്കെ ലോക്ക് ചെയ്ത് വെക്കാറേ ഉള്ളൂ. അത് മറ്റു രീതിയിൽ നമ്മൾ അകത്ത് എടുത്ത് വെക്കാറില്ല. ലോക്ക് ചെയ്തുകൊണ്ട് വെക്കുന്നതുകൊണ്ട് അകത്തേക്ക് എടുത്ത് വെക്കാറില്ല. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇവിടെ. പക്ഷേ യാദൃശ്യമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കാണിപ്പാത്രം കള്ളന്മാർ കുത്തി പണം അപഹരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. പരാതി അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് തെളിവെടുപ്പ് നടത്തി അവരന്വേഷിച്ചു. പിന്നെ ഒരു 5 ദിവസത്തിനുള്ളിൽ ഈ പ്രതികളെ, നമ്മുടെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതികളെ പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ച പോലീസിന് ക്ഷേത്രത്തിൻ്റെ പേരുള്ള അകൈവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ടൈം ന്യൂസ് ചേർത്തല. പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിൽ 1 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ വികസന പദ്ധതികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് 1 വർഷക്കാലം നടപ്പാക്കുന്നതെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുനെല്ലൂർ ബാങ്ക് രൂപീകരിച്ചിട്ട് 2025 എത്തുമ്പോൾ 100 വർഷം തികയുകയാണ്. ഇതിൻ്റെ ഭാഗമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബാങ്കിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് 2024 ആരംഭിച്ച് 2025 നവംബറോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് ഈ 100ാം വാർഷിക ശതാബ്ദി ആഘോഷ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാങ്ക്. എൻ്റെ ഉദ്ഘാടനം നവംബർ 25-ാം തീയതി 3 മണിക്ക് വിശാഖപുരം ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച് ബാങ്ക് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന SRF പദ്ധതിയിലെ ഗോഡൗൺ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആർദ്രം പെൻഷൻ പദ്ധതി 50 ക്യാൻസർ ഡയാലിസിസ് പേഷ്യൻസിന് കഴിഞ്ഞൊരു വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ബാങ്കിൻ്റെ ഒരു ജീവനക്കാരിയായിരുന്ന അമ്പിളി കാരണമായി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ആ കുട്ടിക്കൊരു കുടുംബസഹായ ഫണ്ട് ജീവനക്കാരും ഭരണസമിതിയും കളക്ട് ചെയ്തിട്ടുണ്ട്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 100ാമത് വാർഷികാഘോഷ പരിപാടികൾ നവംബർ 25 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിലായി നടക്കും. വിളംബര ഘോഷയാത്ര, ഗോഡൗൺ ഉദ്ഘാടനം, SCB 1250 ആർദ്രം പെൻഷൻ പദ്ധതി 2ാം ഘട്ടം ഉദ്ഘാടനം, കുടുംബശ്രീ SHG ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം, നാടകോത്സവം, സെമിനാർ തുടങ്ങിയവയാണ് പരിപാടികൾ. നവംബർ 25 തിങ്കളാഴ്ച ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വൈകിട്ട് 3 വിളംബര ജാഥ നടക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ദലീമ ജോജോ MLA അധ്യക്ഷയാകും. മന്ത്രി സജി ചെറിയാൻ ശതാബ്ദി ആഘോഷത്തിൻ്റെയും ഗോഡൌണിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. CK ആശ MLA മുഖ്യ അതിഥിയാകും. അഡ്വക്കേറ്റ് AM ആരിഫ് ex-MP, P ഗാനകുമാർ, NR ബാബുരാജ്, MK ഉത്തമൻ, B വിനോദ് തുടങ്ങിയവർ സംസാരിക്കും. ബാങ്ക് പ്രസിഡന്റ് DV വിമൽദേവ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി P ജിജിമോൾ നന്ദിയും പറയും. നവംബർ 26 ചൊവ്വാഴ്ച വൈകിട്ട് 3 സഹകാരി സംഗമം നടക്കും. OJ ഷിബു ഉദ്ഘാടനം ചെയ്യും. നാടകോത്സവത്തിൻ്റെ 1ാം ദിവസമായ അന്ന് 7 5 പ്രഭാത നടത്തക്കാർ എന്ന നാടകം അരങ്ങേറും. 27 നടക്കുന്ന സഹകരണ സെമിനാർ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ M രാമനുണ്ണി വിഷയാവതരണം നടത്തും. നാടകോത്സവം തുടരും. ഡിസംബർ 1 ശനിയാഴ്ച രാവിലെ 10 സ്പോർട്സ് കിറ്റ് വിതരണവും യുവജന സെമിനാറും നടക്കും. അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2 ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടക്കും. സാന്ത്വനം സെക്രട്ടറി B വിനോദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 6 ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദയമ്മ ഷാജി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് CV വിമൽദേവ്, സെക്രട്ടറി ജിജിമോൾ, P ഗോപാലകൃഷ്ണൻ, P പ്രജിത്ത്, അജേഷ് മോൻ എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ അക്ഷയ ദിനം ആഘോഷിച്ചു. പൂച്ചാക്കലിൽ നടന്ന ആഘോഷ പരിപാടികൾ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. അക്ഷയയുടെ 22ാമത് വാർഷികാഘോഷം തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ സംരംഭകർ പൂച്ചാക്കൽ സൈബർനെറ്റിക്സ് കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് ആഘോഷിച്ചു. പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ നിത്യജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സേവനമായി അക്ഷയയിലൂടെ നമ്മളിലേക്ക് എത്തുകയാണ് സാധാരണ ജനങ്ങളിലേക്ക്.
ഇന്ന് പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഡിജി സാക്ഷരത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. തേക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഡിജി സാക്ഷരതയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ഒരു സമയത്താണ് ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സെന്റർ ഉദ്ഘാടനത്തിനും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. CI സാർ ഒഴികെ ബാക്കി എല്ലാവരും. അപ്പം നമ്മുടെ നാടിൻ്റെ സേവന മേഖലയിൽ അക്ഷയ കേന്ദ്രങ്ങൾ നിസ്തുലമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പൂച്ചാക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ PS സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണവും സൈബർ ലോകത്തിലെ ചതിക്കുഴികളെക്കുറിച്ച് ക്ലാസ് നയിക്കുകയും ചെയ്തു. പാണാവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KE കുഞ്ഞുമോൻ ആശംസകൾ അർപ്പിച്ചു. അക്ഷയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അക്ഷയ ഉപഭോക്താക്കൾക്കായി അക്ഷയ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി. തൈക്കാട്ടുശ്ശേരി അക്ഷയ സംരംഭകനും അക്ഷയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനതല സംഘടനയായ ഫെയ്സിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ PG രാധാകൃഷ്ണൻ സ്വാഗതവും ഫെയ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം കമൽദേവ് MA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റോഷ്നി A മേനോൻ, സജീവസ്, രാകേഷ് ചന്ദ്രൻ, അക്ഷയ സംരംഭകരായ ഗീതകുമാർ, ബീന, വിജിത, സമീറസ് എന്നിവർ ആശംസയും ലീന ഷാജി നന്ദിയും അർപ്പിച്ചു. തുടർന്ന് സംരംഭകരുടെയും സ്റ്റാഫുകളുടെയും കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ അഡ്വഞ്ചർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ അർത്തുങ്കലിൽ ഓഫ് റോഡ് ജീപ്പ് റൈസ് സംഘടിപ്പിക്കുന്നു. നവംബർ 24 ഞായറാഴ്ച അർത്തുങ്കലിലാണ് ജീപ്പ് റൈസ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഇത് 3ാമത്തെ വർഷമാണ് ഈ അഡ്വഞ്ചർ ജീപ്പ് റൈസ് നടത്തുന്നത്. അത് അർത്തുങ്കൽ കേന്ദ്രീകരിച്ചാണ് നടത്തിയത്. ഇത്തവണ അർത്തുങ്കൽ നമ്മുടെ പള്ളിയുടെ പുറകു ഭാഗത്ത് നർബോന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് അർത്തുങ്കൽ പള്ളിയുടെ ഒരു 5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കി മലയും കുന്നും കുഴിയും ഒക്കെ വെച്ച് സാഹസികമായി ജീപ്പ് ഓടിക്കാനുള്ള ഒരു മത്സരമാണ്. കേരളത്തിലെ എല്ലാ താരങ്ങളും ഈ വരുന്ന ഞായറാഴ്ച വേഗം, സമയം, കൃത്യത ഇത്രയും പാലിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിട്ടുള്ള ആളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ സാധാരണ ഇത്തരം മത്സരങ്ങളൊക്കെ വല്ല മലയോരത്തും ടൗണുകളിലും ഒക്കെ വലിയ സാമ്പത്തിക ശേഷി ഉള്ള ആളുകൾ നടത്തുന്ന മത്സരമാണ്. ഇത് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള മത്സരങ്ങൾ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അർത്തുങ്കൽ ഈ മത്സരം നടത്തുന്നത്. ആലപ്പുഴ അഡ്വഞ്ചർ ക്ലബ്ബും കേരള മോട്ടോർ സ്പോർട്സ് വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി AAC ഒബ്സ്റ്റാക്കിൾ ക്രോസിംഗ് എന്ന പേരിൽ ഓഫ് റോഡ് അഡ്വഞ്ചർ റേസ് സംഘടിപ്പിക്കുന്നു. ഫിഡിൽ കിങ്, ഡീസൽ ക്ലാസ്, പെട്രോൾ ക്ലാസ്, SUV ക്ലാസ്, ലേഡീസ് ക്ലാസ്, സ്കിൽ ഡ്രൈവർ എന്നിങ്ങനെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. 4000 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. നവംബർ 24-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ അർത്തുങ്കൽ ബസിലിക്ക വികാരി അഡ്വക്കേറ്റ് ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ ആശീർവാദ കർമ്മം നിർവഹിക്കും. ആലപ്പുഴ ADS ഡയറക്ടർ ഫാദർ സാംസങ് ആഞ്ഞിലിപ്പറമ്പിൽ സ്വാഗതം പറയും. തുടർന്ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം വെള്ളിയാവളം പരമേശ്വരൻ, KPCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് S ശരത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. CPIM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി S രാധാകൃഷ്ണൻ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ ആശംസകൾ നേരുമെന്നും ഭാരവാഹികളായ ജാക്സൺ ആറാട്ടുകുളം, പെറ്റ്സൺ ജോസഫ്, ഗോഡ്വിൻ ആന്റൺ എന്നിവർ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ഗ്രാമപഞ്ചായത്തും മുഹമ്മ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. ആയുർവേദ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ പദ്ധതി പുനർജനി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പിന്നെ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതാണ്ട് 1000-ന് മേൽ രൂപയുടെ മരുന്നാണ് ആ പ്രസവ ശുശ്രൂഷ കിറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ പിന്നെ പഞ്ചായത്തിലുള്ള ആ തരത്തിലുള്ള കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡിസ്ചാർജ് ചീട്ടും അതുപോലെ തന്നെ അവരുടെ ആധാറും റേഷൻ കാർഡുമായി മെമ്പറിൻ്റെ ഒരു കത്തുമായി നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ ചെന്നാൽ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ അധ്യക്ഷയായി. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, ആര്യക്കര സ്കൂൾ NSS കോർഡിനേറ്റർ വിനോദ്, മുഹമ്മ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VS ശശികല തുടങ്ങിയവർ സംസാരിച്ചു. വാർഡിലെ ആയുഷ് യോഗ ക്ലബിൻ്റെ ഉദ്ഘാടനവും നടന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VS ശശികലയുടെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ
വീണ്ടും. അമ്പലപ്പുഴയിൽ നാടിനെ നടുക്കിയ കൊലപാതകം. കരുനാഗപ്പള്ളി സ്വദേശിനിയായ യുവതിയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. അമ്പലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രൻ പിടിയിൽ. കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. കുറുവ സംഘത്തിലെ ഒന്നാം പ്രതിയായ സന്തോഷ് ശെൽവനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മണ്ണഞ്ചേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നു. അയ്യപ്പ ഭക്തന്മാർക്കായി ശബരിമല സന്നിധാനത്ത് ഇക്കൊല്ലം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ക്രമീകരണങ്ങളും നടപ്പാക്കുന്നു. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി 18ാം പടി കയറുന്നതിനുള്ള സംവിധാനം ഫലപ്രദമാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ KE ബൈജു. CPM സംഘടനാ സമ്മേളനങ്ങൾ തുടരുന്നു. ചേർത്തല ഏരിയ സമ്മേളനം നവംബർ 21, 22 തീയതികളിലായി പൂച്ചാക്കലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ കബഡിയിൽ ആലപ്പുഴ ജില്ലയ്ക്കായി സ്വർണം നേടിയ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ടീമിന് സ്വീകരണം. തുറന്ന വാഹനത്തിൽ ചേർത്തല നഗരത്തിൽ സഞ്ചരിച്ച ടീമിന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.